അപ്പോൾ നല്ല പച്ച കുരുമുളകൊക്കെ ഇട്ടൊരു മത്തിക്കറി വെച്ചാലോ. അപ്പോൾ അതേ ഒരു തണ്ട് കുരുമുളക് മുറ്റത്തു നിന്ന് തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുമായിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി. എന്നിട്ട് ഒരു പിടി കുഞ്ഞുള്ളി, ആ കുരുമുളക് പൊട്ടിച്ചെടുത്തത്, ഒരു കഷ്ണം ഇഞ്ചി എന്നിവ കല്ലയിൽ നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചതച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ മൺചട്ടി അടുപ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിന് ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ചതച്ചെടുത്ത കുഞ്ഞുള്ളിയും ഇഞ്ചിയും കുരുമുളകും കൂടി നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേനാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ പറയാം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയറും കമൻറ്റും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി വളരെ കുറച്ചാണ് കേട്ടോ. മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ കറി ഇച്ചിരി ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി മാത്രമാണ് ചേർത്തത്. എന്നിട്ടത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, മീൻ കുറച്ച് അധികം ഉള്ളതുകൊണ്ട്. എന്നിട്ടൊരു 2-3 നല്ല എരിവുള്ള പച്ചമുളക് കീറിയിടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിക്കായിട്ട് കുടംപുളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പുളി ഇടുന്നത് കൊണ്ട് തന്നെ ഞാൻ തക്കാളി ചേർക്കാറില്ല. വേണമെങ്കിൽ തക്കാളി ചേർക്കാം കേട്ടോ. അപ്പം പുളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ചതിന് ശേഷമാണ് മീൻ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേ മീനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. മത്തിയായിരുന്നു കേട്ടോ. അപ്പം മത്തിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴത്തേന് ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളപ്പിച്ചെടുത്തപ്പോൾ അതേ നമ്മുടെ കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ ബൈ ബൈ.